മോനെ വല്ലതും കഴിച്ചിട്ട് പോ മക്കളെ. ഓ ശകനം തുടങ്ങി. എന്തോ തന്നെ രാവിലെ ഒരു കേസിന് പോകുമ്പോ പുറകെ കിടന്ന് വിളിക്കുന്നേ. മോനെ കേസ് എടുത്തു വല്ലതൊക്കെ ആവുന്നില്ല. പലവട്ടം പറഞ്ഞ പുറകെ കിടന്ന് വിളിക്കല്ലേ പുറകെ കിടന്ന് വിളിക്കല്ലേ. എന്റെ പൊന്നു മോനെ ചായ പോടാ. ചായ മോനെ. അയ്യോ എന്റെ മോന് കോട്ടും ഹെൽമെറ്റും എടുത്തില്ലല്ലോ. മോനെ വീണ്ടും കൊറേ വിളി തുടങ്ങി. മോനെ കോട്ടും ഹെൽമെറ്റും എടുക്കാതെ പോണ എന്തിനാ മക്കളെ? നല്ലൊരു കേസ് എടുത്ത് വെച്ച് എന്താ അമ്മ ഇങ്ങനെയാണെന്ന് വിളിക്കുന്ന എപ്പോഴും. ആദ്യം ചായ കുടിച്ചു പറഞ്ഞ വിളി, ഇപ്പൊ കോട്ട എടുത്ത് പറഞ്ഞ് വിളി. ഇങ്ങോട്ടടി കാലത്ത് പോകാനും പറ്റത്തില്ല. കേസിലെ കാര്യം എന്താവോ എന്തോ. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ. ഇങ്ങോട്ടടി നീ പറയുന്ന വിളിക്കല്ല, ഞാൻ പോട്ടെ. നല്ലൊരു ദിവസം മോനെ ഉമ്മച്ചിയെ കൂടെ ഹോസ്പിറ്റലിലോട്ടൊക്കെ വിടാമോ? എനിക്ക് പോകണ ടൈമിൽ എനിക്ക് പോകുന്ന ടൈമാണ്. അമ്മ ഓട്ടോ മക്കളെ എന്റെ മോൻ എന്നോട് ഇത് ചെയ്യുന്നല്ലോ. അവന്റെ വാപ്പ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയി. ഞാൻ ഇത്രയും വരെ കഷ്ടപ്പെട്ട് വീട്ടു ജോലി ചെയ്ത് രോഗിയായി. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് എന്റെ കുഞ്ഞേറ്റേക്കിനെ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും അത് വെച്ച് എന്റെ കുഞ്ഞേറ്റേക്കായി പോകും. അവനവന്റെ വാപ്പ ഇട്ടിട്ട് പോയത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു പഠിച്ചോര്? ജന്മം കൊടുത്തവ ഉപേക്ഷിച്ച് പോയവര് ഞാനെന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി എന്റെ ജീവിതം കളഞ്ഞിട്ട് അവസാനം എന്നോട് ദേഷ്യം കാണിക്കുന്നു. എന്റെ നാഥാ, എന്റെ കുഞ്ഞ് വണ്ടിയിൽ പോയി അവനൊരു ആപത്തും വരുത്തല്ലേ. അവൻ പോയ കാര്യം ഇന്ന് നിറവേറ്റി കൊടുക്കണമേ തമ്പുരാനെ. ഒരു വാപ്പയില്ലാത്ത വേദന എന്റെ കുഞ്ഞിന്റെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് തിരിഞ്ഞു പോലും നോക്കി. എന്റെ കുഞ്ഞിനോട് എല്ലാരും വാപ്പ എവിടാന്ന് ചോദിക്കുമ്പോ ആ മനസ്സിന്റെ വേദന, ആ ദേഷ്യം മൊത്തവും എന്നോടാണല്ലോ തീർക്കുന്നേ. ഞാൻ എന്ത് മഹാപാപം ചെയ്ത് പഠിച്ചോത്. എന്റെ കുഞ്ഞറിയത്തില്ലല്ലോ ഞാൻ വീട്ടു ജോലിക്ക് പോകുന്നത്. കാര്യം ഞാൻ അറിഞ്ഞല്ല. ഒന്നുമില്ല ചേട്ടാ, വന്ന കാര്യം പറയുമോ? എന്താ ഇവിടെ സ്ഥലം വിൽക്കുന്നെന്ന് പറഞ്ഞ് കൊടുക്കുന്നോ? എന്താ ഇപ്പൊ വിൽക്കുന്നേ? അത് ചേട്ടാ, സ്ഥലം എന്റെ ഭർത്താവിന്റെയാ. എനിക്ക് അതിനെ കുറിച്ച് ഒരറിവില്ല. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ വന്നപ്പോ വിൽക്കുന്നതാണ്. എന്നെ ഇവിടെ രണ്ടാമത് കെട്ടിച്ചത്. എനിക്ക് അദ്ദേഹത്തിന്റെ വസ്തുക്കളിലോ അദ്ദേഹത്തിന്റെ യാതൊന്നിലും ഒരു അവകാശവും ഇല്ല. ഞങ്ങൾക്ക് 10 പൈസ ചെലവിന് പോലും തരാത്ത വ്യക്തിയാണ് ഞാൻ. പിന്നെ അദ്ദേഹത്തിന്റെ വസ്തുവകളിലൊന്നും ഇടപെടാറില്ല. അവരുടെ ബന്ധുക്കളെല്ലാം അപ്പുറത്ത് താമസമുണ്ട് ചേട്ടാ. അവരോട് ചോദിക്കുക, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ചേട്ടാ. എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നു എന്നുള്ള കാര്യം മാത്രമേ എനിക്കറിയാം. എനിക്ക് എന്റെ കൊച്ചിനൊക്കെ ഒരു 10 പൈസ ചെലവിന് തരുന്നില്ല. ഞങ്ങളെ ഒരു കുടുംബമായിട്ട് ഞങ്ങൾ കൂട്ടിയാതിരിക്കുന്നില്ല. എന്റെ മകൻ എത്രയില്ല, കൊച്ചുമകൻ എത്രയില്ല, പഠിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ചേട്ടനറിയാമല്ലോ, ഞാൻ 4-5 വീട് മാറി താമസിച്ചു. ഇവിടെ മാസം 10,000 രൂപ വാടകയാണ്. എൻ്റെ മോനറിയത്തില്ല ഞാൻ ഇവിടെ അടുത്ത വീട്ടിൽ ജോലിക്ക് പോകുന്നു. എൻ്റെ മോനറിഞ്ഞാൽ എൻ്റെ മനസ്സ് വേദനിക്കും. എൻ്റെ കുഞ്ഞിന് നിങ്ങൾക്കറിയാമല്ലോ, ഒരു വക്കീലിനെ വല്ലപ്പോഴും ബാധിച്ചാൽ മാത്രമേ ഒരു കേസ് കിട്ടൂ. അവന് കിട്ടുന്നത് അവൻ്റെതായ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ട ചേട്ടാ. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞറിയാതെ ഞാൻ വീട്ടു ജോലിക്ക് പോകുന്നത്. എനിക്കിവിടുത്തെ വസ്തുവകളൊന്നും അറിയണ്ട കേട്ടോ.
ചേട്ടന് എല്ലാ കാര്യം അറിയാമല്ലോ. ആദ്യം നിങ്ങളുടെ വീട്ടിൻ്റെ വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്നപ്പോൾ നിങ്ങൾ അവിടെ വരുന്നതല്ലേ. എൻ്റെ ഈ മക്കളെ ഞാൻ കഷ്ടപ്പെട്ട് പോറ്റത് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. ഞാനൊരു തെറ്റ് ചെയ്യാതെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതല്ലേ ചേട്ടാ. എൻ്റെ മൂത്ത മോനിപ്പോൾ എപ്പോൾ നോക്കിയാലും എന്നോട് ദേഷ്യമാണ്. എന്നോട് സ്നേഹത്തോടെ ഒരു അക്ഷരം കിട്ടത്തില്ല ചേട്ടാ. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരങ്ങളോ ഒന്നുമേ എൻ്റെ കുഞ്ഞ് കഴിക്കുന്നില്ല. അവൻ്റെ വാപ്പ കുഞ്ഞിലെ അവൻ ജനിച്ചപ്പോഴേ അവനെ ഉപേക്ഷിച്ചിട്ട് പോയതാ. രണ്ടാമതൊരു വിവാഹം വേണ്ട 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 അത് പറഞ്ഞു നിന്നപ്പോൾ എൻ്റെ വീട്ടുകാർ നിർബന്ധിച്ച് എന്നെ ഇവിടെ കെട്ടിച്ചു വിട്ടതാ. അതിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ പോലും അവൻ്റെ വാപ്പ തിരിച്ചു നോക്കുന്നില്ല. അയാൾ ഗൾഫിൽ കിടന്ന് ഇഷ്ടം പോലെ സമ്പാദിക്കുന്നു. ഭാര്യയും മക്കളെയും തിരിഞ്ഞു നോക്കാനോ ഞങ്ങൾ ജീവനോടെ ഉണ്ടോന്ന് പോലും അയാൾക്ക് അറിയില്ല ചേട്ടാ. എന്നോടൊന്നും ചോദിക്കല്ലേ. ഞാൻ കഷ്ടപ്പെട്ടാണ് ചേട്ടാ എൻ്റെ മക്കളെ വളർത്തിയത്. ഇന്ന് മൂത്ത പോ വളർന്ന വക്കീലായപ്പോ അവ എന്നോട് വായിക്കുന്നു. ചേട്ടാ ഞാൻ കടിഞ്ഞായിട്ടുണ്ട് വരാമേ. വേണ്ട വേണ്ട കടിഞ്ഞായാലും വേണ്ട. എന്തിനാണ് ഇന്ന് ഇങ്ങനെയും കരയുന്നത്? നിങ്ങൾ സങ്കടപ്പെട്ട് എന്താ കാര്യം? രണ്ടാമത് വിവാഹം ആലോചിക്കുമ്പോഴേ ആൾക്കാരെയൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? വസ്തുവും വകയും പദവിയും നോക്കുന്നതല്ലേ ഇങ്ങനെ ഉണ്ടായത്? അതൊന്നും ആൾക്കാർ നോക്കണ്ടായിരുന്നോ? ചേട്ടാ എന്റെ വീട്ടുകാർ വന്ന് കണ്ടപ്പോൾ അന്വേഷിച്ചപ്പോൾ അയാളുടെ സ്വഭാവമൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെയും കൂടെ നോക്കിക്കൊള്ളാമെന്നുള്ളൊരു വാഗ്ദാനം ചെയ്തു. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേട്ടാ കല്യാണത്തിന് സമ്മതിച്ചത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ അവഗണിക്കാൻ തുടങ്ങി. എൻ്റെ പട്ടിണി കിട്ടാലും ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മയല്ലേ ചേട്ടാ. എൻ്റെ കുഞ്ഞിനെയും കൂടെ സ്വന്തം കുഞ്ഞിനെ പോലെ ഒന്നും കൂട്ടി ആദരിക്കാത്ത ഒരാളെ എനിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? എന്നിട്ട് ഞാൻ ഇളയ കുഞ്ഞുണ്ടായപ്പോൾ എല്ലാം സഹിച്ചും പുറത്തും ജീവിച്ചതാ ചേട്ടാ. അവസാനം ഗൾഫിൽ പോയിട്ട് ഉണ്ടാക്കുന്ന സമ്പാദ്യം എല്ലാവരുടെ ബന്ധുക്കൾക്കെല്ലാം അയച്ചു കൊടുക്കും. ഞങ്ങൾക്കൊരു 10 പൈസ അയച്ചു തരുന്നില്ല. എൻ്റെ കുഞ്ഞിനൊരു പെൻസിൽ പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എൻ്റെ ഇളയ പോലിപ്പോൾ 10 ചേട്ടാ. എൻ്റെ കുഞ്ഞ് കരഞ്ഞോട്ടാ ഇവിടെ ഇറങ്ങി പോകുന്നത് മിക്ക ദിവസവും. ഉമ്മീ വാപ്പ എന്തോ ഉമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ എന്നോട് ഇങ്ങനെ ചെയ്യാമോ ഉമ്മീന്ന് പറഞ്ഞിട്ട് പോവും. എൻ്റെ കുഞ്ഞിനൊന്ന് ഫോൺ വിളിക്കത്തില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കാര്യവും അറിയത്തില്ല ചേട്ടാ. ഞാൻ വീട്ടു ജോലിക്ക് പോയാ ചേട്ടാ എൻ്റെ കുടുംബം കഴിയുന്നത്. കാണുന്നവർ വിചാരിക്കും വലിയ വീടുണ്ട് വണ്ടിയുണ്ടെന്നൊക്കെ. വീട് വാടകയ്ക്ക് ചേട്ടാ. 1 മാസം മുടങ്ങിയ ഹൗസ് ഓണർ വന്ന് വായി വരുന്ന പറയും. എൻ്റെ കുഞ്ഞ് കോടതിയിൽ പോകുന്ന സമയത്ത് ഞാൻ ഒരു 2 മണിക്കൂറത്തെ വീട്ടിൽ പോയി ജോലി പോയി ചെയ്യും. ഇന്ന് എനിക്ക് അവർ സാലറി തരണ്ടേ ദിവസമായിട്ടാ. ഞാനെന്നാ പോട്ടെ, എനിക്ക് പോകാൻ സമയമായി ചേട്ടാ. ഇതൊക്കെ ഇനി ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാം? പിള്ളേരൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്നെ നോക്കിയില്ലല്ലോ. എൻ്റെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവരിൽ നിന്നൊരു സന്തോഷം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ മൂത്ത മോൻ എന്നെ അവഗണിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മരിച്ചാൽ മതിയല്ലോ ചേട്ടാ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും? ഞാൻ അതുകൊണ്ട് എല്ലാം സഹിച്ചു ഇവിടെ കിടക്കുന്നു. മൂത്ത കുഞ്ഞപ്പോ എന്ത് ചെയ്യുന്നു? മൂത്ത മോനിപ്പോൾ LLB കഴിഞ്ഞിട്ട് കോടതി വർക്ക് ചെയ്യുമോ അഡ്വക്കേറ്റായിട്ട്. എൻ്റെ മോൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കുഞ്ഞിനോട് ഞാൻ ഒരു ക്രൂരതയും ചെയ്തിട്ടില്ല. എൻ്റെ മൂത്ത മോനെ അവഗണിക്കാൻ തുടങ്ങിയതാണ് ഞാൻ എൻ്റെ ഭർത്താവിനുമായിട്ട് തെറ്റിയത്. അപ്പോൾ ആ മക്കൾ ചിന്തിക്കണ്ടേ ചേട്ടാ. എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കാത്തതാ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. സാരമില്ല ചേട്ടാ, സമയം എത്രയായി? ഞാൻ പോട്ടെ. ഒരു വീട്ടിൽ അല്പം ജോലി ഉണ്ടായിരുന്നു. അവര് കുറെ നേരം കൊണ്ടേ കിടന്ന് വിളിച്ചതാ. ഞാൻ മോൻ വരുന്നതിന് മുന്നേ പെട്ടെന്ന് പോയി. ശരി ചേട്ടാ. അച്ഛനെ സമയം ഒരുപാടായി. അവര് നാളെ തൊട്ട് വരണ്ടെന്ന് പറഞ്ഞ അതും സംസാരിച്ചങ്ങ് ഇരുന്നും പോയല്ലോ.
കടിഞ്ചായ വേണോ പാൽച്ചായ വേണോ? ഞാനൊരു വീട്ടിലേക്ക് വരുന്ന സമയം ഇതുവരെയും ഞാനൊന്നും കഴിച്ചിട്ടില്ല. നാളെ മുതൽ ഈ മാതിരിയുള്ള രീതിയിലുള്ള വരവും പോക്കുവാണെന്നുണ്ടെങ്കിൽ വരണ്ട. ഞാനൊരു സുഖമില്ലാത്തവളാ. എനിക്ക് ഒന്നാമത് കാലും കൈയും വയ്യ. അടുക്കളയിൽ കയറി ഇച്ചിരി വെള്ളം എടുത്തു കുടിക്കാൻ വയ്യാത്തൊരവസ്ഥയെ ഞാൻ കഴിഞ്ഞു പോവുക. അതാദ്യം മനസ്സിലാക്കണം. വെള്ളം കുടിച്ചോളാന്ന് എനിക്ക് പരിതാപം എടുക്കുന്നു. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. എന്തായാലും എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കേണ്ടായ. എനിക്ക് കാലും കൈയും വയ്യാത്തവളല്ലേ. നാളെ തൊട്ട് നേരത്തെ വന്നോ? അയാളോട് കാര്യം പറഞ്ഞിരുന്നു പോയി. എനിക്കൊരു മാസം ഗുളികയ്ക്ക് തന്നെ 5000 രൂപ അത്രയ്ക്ക് കൂടിയ ഗുളിക കഴിക്കുന്നത്. ചെക്കപ്പിന് കൊണ്ട് ഡേറ്റ് വേണം, ഇന്നെങ്കിലും എനിക്ക് ശമ്പളം തരണേ. ഞാൻ പോകാൻ തരത്തില്ലെന്ന് പറഞ്ഞു വിടല്ല മേഡം. ഇന്നലെ മരുമോള് പറഞ്ഞതോ കൊടുത്തിട്ട് വീട്ടിൽ കൊടുത്തിട്ട് പോകാന്നാ പറഞ്ഞത്. മേഡം കറി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മേഡം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, മോൻ വല്ല സമയമായി. മേഡം ഇതെന്തോന്ന് മേഡം, ഒരാഴ്ചത്തെ പൈസ തരാനില്ല മേഡം. എനിക്ക് മരുന്നെടുക്കാൻ പോലും ഇത് തികയത്തില്ല മേഡം. ഞാൻ പ്രത്യേകം ഇവിടുത്തെ വല്യമ്മയോട് പറഞ്ഞതാ പൈസ കഷ്ടമുണ്ട്. ഞാൻ എന്റെ മോനെ അറിയാതെ ഇവിടെ ജോലിക്ക് വരുന്നത്, എന്റെ നിവൃത്തികേട് കൊണ്ട് വരുന്നത്. ശരി മേഡം, എന്നാ ഞാൻ പോട്ടെ. മേഡം വരുമ്പോ എനിക്ക് ഗൂഗിൾ പേ എങ്കിലും ചെയ്ത് തരാൻ പറയണം മേഡം.
നാട്ടു തവണ നിർത്തിയോ? ഇപ്പൊ നാട്ടു തവണ നിർത്തിയിട്ട് വീട്ടിൽ തവണയായോ? എന്താ മോനെ ഒന്ന് തുറന്നു പറ മോനെ. കോടതി നിന്നപ്പോ എന്റെ നെഞ്ച് കത്തി. മോനെ അമ്മച്ചിക്ക് ഒന്നും എന്റെ മനസ്സിലായില്ല. കോടതി വർക്ക് ചെയ്ത ഒരാളുടെ വീട് തൊട്ടപ്പുറത്ത് ഉമ്മച്ചെ കണ്ടെന്ന് പറഞ്ഞല്ലോ ജോലി ചെയ്യുന്നു പറഞ്ഞിട്ട്. എന്തൊരു കള്ള ജോലിയാ ചെയ്യുന്നേ ഞാൻ അറിയാതെ. നാണം കെടുത്തി എന്നെ ഇന്ന്. നാണം കെടുത്തിയോ? നീ ഈ വക്കീലാന്ന് പറയാൻ എനിക്ക് നാണക്കേടാ. എന്റെ തള്ള വെയിറ്റ് കളിക്കുമ്പോ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണക്കേടാ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഏതെങ്കിലും ജീവിച്ചിരിക്കാൻ താവുന്നേ നല്ലത്. കഷ്ടപ്പെട്ട് ഇത്രയും പഠിച്ച് വക്കീൽ ജോലി ചെയ്തിട്ട് അമ്മ വീട്ടിൽ കളിച്ച് പോകുന്നത് കേൾക്കുമ്പോ എന്തൊക്കെ ഇതാ തോന്നുന്നു. മോനെ ഉമ്മച്ചി ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ. മോന് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നു. കുട്ടികിടന്ന് ഞാൻ കൊണ്ടുവരുന്നുണ്ടല്ലോ കാലറിയിൽ നിന്ന്. മോനെ പിന്നെന്തോ കഷ്ടപ്പാടാ. മോനെ വീട്ടിന്റെ വാടക ഇയ്യോ, ഉണ്ടാ. കൊടുക്കാമല്ലോ മോനെ. അല്ലയോ എന്തോ പാടാന്ന് പറയുന്നത് നാണം കെടുത്താനായിട്ട്. ഇവിടുന്ന് ഇറങ്ങി പോയിക്കാണോ മര്യാദക്ക് ഈ വീട്ടിൽ നിൽക്കാതെ. മോനെ നാട്ടു സാധനം മോനെ ഇങ്ങനെ പറയുന്നത് മോനെ. കുറെ ആൾക്കാർ ഇറങ്ങി ഇവിടെ ഞാൻ കൂടെ ഇറങ്ങി പോ. എന്ത് തെറ്റാ മോനെ ചെയ്തത്? എന്നോട് എന്തിനാ മോനെ ഇങ്ങനെ പറയുന്നത്? പോ, പോയിക്കോ, പോ, പോ. ഇനി ഞാൻ എവിടെ പോവാനാ? മോനെ ഞാൻ പകലിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടല്ലേ മോനെ ഞാൻ വീട്ടിൽ ജോലിക്ക് പോകുന്നത്. മോനെ ഒരു ഭാര്യ കുറഞ്ഞിരിക്കുമല്ലോ എന്ന് കരുതിയല്ലേ പോയത്. എന്തിനു ചെയ്യാമോ? എന്നോട് ഈ ചതിവ് ചെയ്യുന്നു. മോനെ എന്റെ ശാലോട്ട മക്കളെ എന്റെ പേഴ്സ് എടുക്കട്ടോ. പോയി പോയി നോണം കിട്ടത്തുള്ളു. നോണം കിട്ടത്തുള്ളു. നോണം കിട്ടും. എന്റെ ജീവിതം നമ്മൾ കളിക്കാനായിട്ടുണ്ടായി. നല്ല കാലത്ത് പച്ചളം കൊണ്ട് മുഖം കഴിക്കളയാനെ